വന്ന ജനപ്രതിനിധി അവിടെ കോലാഹലം ഉണ്ടാക്കിയെന്നതാണ് പ്രശ്നം. നിങ്ങൾ കാണേണ്ടത് ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു പരിക്കും പറ്റിയിട്ടില്ല, ഈ MP അല്ലാതെ. 7 പോലീസുകാര് ഹോസ്പിറ്റലിലുണ്ട്. UDF-കാരുടെ കയ്യിൽ കൊടിയല്ല കണ്ടത്, വടിയാണ് കണ്ടത്. അതേപോലെ കല്ലുകൾ കണ്ടു. ഇതെല്ലാം പേരാമ്പ്ര ടൗണിലെ സംസാര വിഷയമാണ്. 1.5 മണിക്കൂർ നേരം MP-യെ കാത്തുനിന്നു പ്രകടനം തുടങ്ങാൻ. ഷാഫി പറമ്പിലിനെ കാത്തുനിന്ന് 1.5 മണിക്കൂറിന് ശേഷമാണ് അവർ പ്രകടനം ആരംഭിക്കുന്നത്. പ്രകടനം ആരംഭിച്ച് 4 അടി മുന്നോട്ട് വരുമ്പോൾ പ്രകടനം പോലീസ് ബാരക്കേഡ് നിശ്ചയിച്ച സ്ഥലത്ത് എത്തിയപ്പോൾ ഷാഫി പറമ്പിൽ പോലീസ് മേധാവിയോട് സംസാരിച്ച് കുറച്ച് നിങ്ങൾ പുറകോട്ട് പോകണം, ഞങ്ങൾ അടികളെ ഒന്ന് സമാധാനിപ്പിക്കാനാണ്, ഒരു 1-2 മീറ്റർ നിങ്ങൾ പുറകോട്ട് പോകണം എന്ന് പറഞ്ഞാൽ പോലീസ് പുറകോട്ട് പോയി. പുറകോട്ട് പോയ സന്ദർഭത്തിൽ MP തട്ടിക്കേറി പോലീസിന് നേരെ കയ്യേറ്റം നടത്തുന്ന സമീപനം കാണിച്ചു. അത് കൃത്യമായിട്ട് അത് കണ്ടതാണല്ലാതെ. വടകര DYSP ആ DYSP-യുടെ മടിയിൽ അവരുടെ ബെൽറ്റിനകത്ത് നിർത്തിയിരുന്ന ഗ്രനേഡ് പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നപ്പോൾ ആ ഗ്രനേഡ് പൊട്ടി DYSP-ക്ക് സാരമായ പരിക്കേറ്റു. അവിടെ പിന്നെ പോലീസുമായിട്ടുള്ളൊരു യുദ്ധം നടത്തുന്ന രീതിയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പോലീസ് പിന്നീട് ലാത്തി പിടിച്ച് അവരെ തള്ളി നീക്കാൻ വേണ്ടി ലാത്തി പിടിച്ചു. ആ സമയത്തുള്ള തള്ളലിലാണ് MP-ക്ക് പരിക്കേറ്റതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിക്കെന്ന് പറഞ്ഞാൽ മൂക്കിൽ ചെറിയൊരു പരിക്കുണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ അവിടെ നടന്നത് MP-യുടെ കയ്യേറ്റാണ്. കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CKG ഗവൺമെന്റ് കോളേജിൽ SFI ഉജ്ജ്വല വിജയം നേടി. ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി SFI-യുടെ പ്രവർത്തകർ, പെൺകുട്ടികൾ ഉൾപ്പെടെ ഇറങ്ങി തിരിക്കുമ്പോൾ ഒരു കൂട്ടം UDF പ്രവർത്തകർ കോളേജ് അങ്കണത്തിലേക്ക് കയറി വരികയും SFI-യുടെ കൊടിതോരണങ്ങൾ പരസ്യമായി നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വാക്കേറ്റം സംഘട്ടനം എന്ന് പറയാൻ മാത്രമില്ല, ഒരു എന്തും തള്ളും അവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പത്രക്കാർക്കെല്ലാം അറിയാവുന്നതാണ്. ആ ഒരു കാര്യത്തിന് ഇന്നലെ UDF ഹർത്താൽ പ്രഖ്യാപിച്ചു. ഈ ഒരു ചെറിയ കാര്യത്തിനാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോ ആ ഹർത്താൽ തന്നെ ആക്രമണാസക്തമാക്കാൻ വലിയ രീതിയിൽ ഒരു കൂട്ടം UDF പ്രവർത്തകര് പേരാമ്പ്ര ടൗണിൽ കാലത്ത് മുതലേ അതിന് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങളെ പ്രവർത്തകരാരും പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. ഏതാണ്ട് 10:30 മണിയായപ്പം പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ വേണ്ടി 10-30 പേർ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുകയും ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് ആ സന്ദർഭത്തിൽ പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്നു. പഞ്ചായത്ത് ഓഫീസ് അടക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ പഞ്ചായത്ത് ഓഫീസ് അടക്കാൻ പ്രയാസമുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ പ്രസിഡന്റിനെ കയ്യേറ്റം നടത്തുന്ന സംഭവം ഉണ്ടായി. ആ കയ്യേറ്റത്തെയും ഞങ്ങൾ സമാധാനപരമായും മറ്റു രീതിയിലൊന്നും തന്നെ എടുക്കാൻ വേണ്ടി തയ്യാറായില്ല. എന്നാൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഇന്നലെ വൈകിട്ട് പേരാമ്പ്രയിലെ ജനപ്രതിനിധികൾ, LDF-ന്റെ പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഞങ്ങളുടെ പ്രവർത്തകരും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടൊരു പ്രതിഷേധ പ്രകടനം കോൾ ചെയ്തു. ഈ വിവരം പോലീസിനെ അറിയിച്ചു. വൈകിട്ട് UDF-ലെ പ്രകടനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ്, പേരാമ്പ്ര DYSP ഇരുകൂട്ടരെയും വിളിച്ച് ഇരുകൂട്ടരും സഞ്ചരിക്കേണ്ട റൂട്ട് നിശ്ചയിച്ച് അതിനുള്ളിൽ പ്രകടനം നടത്തുമെന്ന് ഉറപ്പുണ്ടാക്കി. ഞങ്ങൾ പേരാമ്പ്ര ഞങ്ങൾക്ക് നിശ്ചയിച്ച മേപ്പയ്യൂർ റോഡിൽ നിന്ന് തെക്കോട്ട് കോഴിക്കോട് റൂട്ടിലേക്ക് പ്രകടനം നടത്താമെന്നും അവിടെ നിന്ന് വടക്കോട്ട് UDF പ്രകടനം നടത്താമെന്നാണ് തീരുമാനം. ഞങ്ങൾ കൃത്യം 5:30 മണിക്ക് തന്നെ ഞങ്ങളുടെ പ്രകടനം ആരംഭിച്ചു. ബസ് സ്റ്റാൻഡിൽ പ്രകടനം സമാപിച്ചു. ഒരു 10 മിനിറ്റ് നേരം ഞങ്ങളുടെ സഖാവ് K. കുഞ്ഞഹമ്മദ് മാസ്റ്റർ XMLA അവിടുന്ന് സംസാരിച്ചു. മൈക്കൊന്നുമില്ലാതെ സംസാരിച്ചു.
ഞങ്ങൾ പ്രകടനം പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ട് സഖാക്കളോടെല്ലാം വീട്ടിൽ പോകാൻ വേണ്ടി കർക്കശമായി പറയുകയും ഞങ്ങളുടെ സഖാക്കളെല്ലാം തന്നെ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ UDF അവിടെ പ്രകടനം നടത്തിയില്ല. UDFന്റെ ആളുകൾ ധാരാളം പേർ അവിടെ തമ്പടിച്ചിരിക്കുന്നുണ്ട്. UDFൽ തമ്പടിച്ചിരിക്കുമ്പം അവിടുത്തെ ജനങ്ങൾ കണ്ടത് UDFകാരുടെ കയ്യിൽ കൊടിയല്ല കണ്ടത്, വടിയാണ് കണ്ടത്. അതേപോലെ കല്ലുകൾ കണ്ടു. ഇതെല്ലാം പേരാമ്പ്ര ടൗണിലെ സംസാര വിഷയമാണ്. 1.5 മണിക്കൂർ നേരം MP-യെ കാത്തുനിന്നു പ്രകടനം തുടങ്ങാൻ. ഷാഫി പറമ്പിലിനെ കാത്തുനിന്ന് 1.5 മണിക്കൂറിന് ശേഷമാണ് അവർ പ്രകടനം ആരംഭിക്കുന്നത്. പ്രകടനം ആരംഭിച്ച് 4 അടി മുന്നോട്ട് വരുമ്പോൾ പ്രകടനം പോലീസ് ബാരക്കേഡ് നിശ്ചയിച്ച സ്ഥലത്ത് എത്തിയപ്പോൾ ഷാഫി പറമ്പിൽ പോലീസ് മേധാവിയോട് സംസാരിച്ച് കുറച്ച് നിങ്ങൾ പുറകോട്ട് പോകണം, ഞങ്ങൾ അണികളെ ഒന്ന് സമാധാനിപ്പിക്കാനാണ്, ഒരു 1-2 മീറ്റർ നിങ്ങൾ പുറകോട്ട് പോകണം എന്ന് പറഞ്ഞാൽ പോലീസ് പുറകോട്ട് പോയി. പുറകോട്ട് പോയ സന്ദർഭത്തിൽ MP തട്ടിക്കേറി പോലീസിന് നേരെ കയ്യേറ്റം നടത്തുന്ന സമീപനം കാണിച്ചു. അത് കൃത്യമായിട്ട് അത് കണ്ടതാണല്ലാതെ വടകര DYSP ആ DYSPയുടെ മടിയിൽ അവരുടെ ബെൽറ്റിനകത്ത് നിർത്തിയിരുന്ന ഗ്രനേഡ് പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നപ്പോൾ ആ ഗ്രനേഡ് പൊട്ടി DYSPക്ക് സാരമായ പരിക്കേറ്റു. അവിടെ പിന്നെ പോലീസുമായിട്ടുള്ളൊരു യുദ്ധം നടത്തുന്ന രീതിയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പോലീസ് പിന്നീട് ലാത്തി പിടിച്ച് അവരെ തള്ളി നീക്കാൻ വേണ്ടി ലാത്തി പിടിച്ചു. ആ സമയത്തുള്ള തള്ളലിലാണ് MP-ക്ക് പരിക്കേറ്റതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പരിക്കെന്ന് പറഞ്ഞാൽ മൂക്കിന് ചെറിയൊരു പരിക്കുണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ അവിടെ നടന്നത് MP-യുടെ കയ്യേറ്റാണ്. അത് ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നാട്ടുകാരോടും പത്രമാധ്യമങ്ങളോടെല്ലാം പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു ജനപ്രതിനിധി, ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയെ കയ്യേറ്റം നടത്തിയ സംഭവം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പം അതിനെ സമാധാനിപ്പിക്കാനും അതിൽ ഖേദം രേഖപ്പെടുത്താനും ബാധ്യതപ്പെട്ട ഒരു വലിയ ജനപ്രതിനിധി, അദ്ദേഹം MP, UDFന്റെ MP അല്ല, MP ഈ ജില്ലയുടെ പകുതി ഭാഗം പ്രതിനിധാനം ചെയ്യുന്ന വടകര MP-യാണ്. അദ്ദേഹത്തിന് ഞങ്ങളെ ബന്ധപ്പെട്ട് സംസാരിച്ച് സമാധാനം ഉണ്ടാക്കേണ്ട അദ്ദേഹം അവിടെ വന്ന് അദ്ദേഹം വരുന്നത് വരെ UDF പ്രവർത്തകർ അനങ്ങാതിരിക്കുകയാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് അവിടെ ഈ കയ്യേറ്റവും പോലീസിന് നേരെയുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയത്. ആ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും ഞാൻ ഈ ഒരു പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുന്നില്ല. ഏതായാലും വളരെ മോശമായ ഒരു സമീപനമാണ് അവിടെ ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും ആക്ഷേപമില്ല, ആർക്കും ഉണ്ടാവാൻ ഇടയില്ല. കാരണം ഞങ്ങൾ UDFന്റെ പ്രകടനത്തിന് പോയിട്ടില്ല. MP-യെ ബന്ധപ്പെട്ട് MP വന്നതിനെ കൊണ്ട് MP-ക്കെതിരായി ഒരു പ്രതിഷേധം പറയാൻ തയ്യാറായിട്ടില്ല, ഒന്നും തയ്യാറായിട്ടില്ല. അപ്പൊ ഇത് പോലീസിനെതിരായുള്ള ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്ന സമീപനം ഉണ്ടായത്. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഇന്നലെ പേരാമ്പ്ര സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിലെ പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ലക്കും ലഗാനും ഇല്ലാതെ എന്ത് പറയുന്നു തോന്നാതെ സമനില തെറ്റിയ ഒരവസ്ഥയിലാണ് അദ്ദേഹം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ സംസാരിച്ചതല്ല അദ്ദേഹം ഉച്ചക്ക് സംസാരിക്കുന്നു, ഉച്ചക്ക് സംസാരിക്കുന്നതല്ല അദ്ദേഹം വൈകുന്നേരം സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്നതിന് നേരെ എതിരായിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർക്കുള്ളത്. അതുകൊണ്ട് MP-മാർ രീതിയിൽ പ്രവർത്തിച്ചതിനൊരു കാര്യമില്ല. MP-യെ സംബന്ധിച്ച് നമുക്കറിയാം, മാങ്കൂട്ടത്തിന്റെ വിഷയം കെട്ടടങ്ങിയിട്ടില്ല. അതിനകത്ത് MP പ്രതിയാണെന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാം. അപ്പൊ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെമ്പലും ഒരു ആക്രോശവുമാണ് MP ഇന്നലെ പേരാമ്പ്ര കാണിച്ചത്. അതൊരു ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയാണ്. ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമായിട്ടാണ് ആ സംഭവത്തെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങള് പേരാമ്പ്രയിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന ധാരണയിൽ തന്നെയാണ്
ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് MLA അവിടെ വന്നിട്ടുണ്ട്. MLA എല്ലാ പാർട്ടി നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഒരു സമാധാന കമ്മിറ്റി ഇന്ന് വൈകിട്ട് SP വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ സമാധാന കമ്മിറ്റിയിൽ LDF എന്ന നിലയിൽ എല്ലാ നിലയിലും സമാധാനം ഉണ്ടാകണം എന്ന അഭിപ്രായം പറയാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ CPIയുടെ ജില്ലാ സെക്രട്ടറി കൂടി സംസാരിക്കും. ഇവിടെ LDFന്റെ ജില്ലാ കൺവീനറും ഒപ്പം CPMന്റെ ജില്ലാ സെക്രട്ടറിയും ഇന്നലെ പേരാമ്പ്രയിലുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു കാഴ്ചപ്പാട് വിശദീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്കുള്ള ഉയർന്ന ജനാധിപത്യ ബോധമോ രാഷ്ട്രീയ നിലവാരമോ ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ഒട്ടേറെ സംഭവങ്ങളിൽ നിന്ന് നാം കോഴിക്കോട്ടുകാർ വടകരക്കാരെല്ലാം മനസ്സിലാക്കിയതാണ്. ഇപ്പോഴും അദ്ദേഹം ഞാനൊരു യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ യൂണിറ്റ് പ്രസിഡന്റാണ് എന്ന ധാരണയിലാണ് അദ്ദേഹം ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗമായിട്ടാണ്. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട് ജനപ്രതിനിധിയായാൽ അത് ആ ജില്ലയുടെ മണ്ഡലത്തിന്റെ പ്രതിനിധീകരിക്കുന്ന ഏത് മേഖലയുടെയും ജനപ്രതിനിധി എന്ന നിലക്കാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാടിന്റെ പൊതുവികസന പ്രവർത്തനങ്ങളുടെ മുൻനിരയിലാണ് ഒരു ജനപ്രതിനിധിയുടെ സ്ഥാനം ഉണ്ടാകുന്നത്. വളരെ ബോധപൂർവം അദ്ദേഹം പങ്കെടുക്കുന്ന ഏത് ഇടങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നു. ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചു 2 പ്രകടനങ്ങൾ ഇന്നലെ പേരാമ്പ്രയിൽ നടന്നു. 2 പ്രകടനങ്ങൾക്കും പോലീസ് അനുമതി നൽകിയിരുന്നു. 2 പ്രകടനങ്ങളും പ്രത്യേകം സഞ്ചരിക്കേണ്ട വഴിയെക്കുറിച്ച് പോലീസ് പറഞ്ഞിരുന്നു. ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടനം പോലീസ് നിശ്ചയിച്ച പ്രകാരം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തു. അവിടെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലും അനിഷ്ട സംഭവങ്ങളും ഉണ്ടായില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പ്രതിഷേധ പ്രകടനത്തിന് കാരണമായി തീർന്ന വസ്തുത എന്നത് തലേ ദിവസം വളരെ നിസ്സാരമായ അവിടെ കുടുംബ കൃഷ്ണയിൽ നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ UDF നടത്തിയ ഒരു ഹർത്താലിൽ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അകത്തേക്ക് ഹർത്താൽ അനുകൂലികൾ കടന്നു ചെല്ലുകയും അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് മാത്രമല്ല അവിടെയുള്ള ജനപ്രതിനിധിയോട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് വളരെ മോശമായി പെരുമാറി അദ്ദേഹത്തെ ആക്രമിക്കുന്ന കാഴ്ചയുമുണ്ടായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാലാവധി അവസാനിക്കാൻ 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും UDF ആയാലും LDF ആയാലും ഒക്കെ അവിടങ്ങളിലെല്ലാം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൂടുതൽ ഭംഗിയായി അവസാനിക്കും മുമ്പ് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രസിഡന്റ് ഇന്നലെയും പഞ്ചായത്ത് ഓഫീസിൽ വന്നത്. അത് തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല അദ്ദേഹത്തെ ആക്രമിച്ചു. സ്വാഭാവികമായും ഒരു പഞ്ചായത്ത് ഓഫീസിൽ കടന്നു ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം തീർച്ചയായും അതിന്റെ പ്രതിഷേധങ്ങൾ തീർച്ചയായും നാട്ടിലുണ്ടാകും. പക്ഷെ വൈകുന്നേരത്തെ ഒരു പ്രകടനത്തിൽ പ്രതിഷേധ പ്രകടനത്തിൽ സമാധാനപരമായ പ്രകടനത്തിൽ ഇടതുപക്ഷം ആ പ്രതിഷേധം ഒതുക്കുകയാണ് ഉണ്ടായത്. ആ പ്രതിഷേധങ്ങളിൽ എല്ലാവരും തിരിച്ചുപോയി. നേരത്തെ ഇവിടെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചു ഏതാണ്ട് 1.5 മണിക്കൂറോളം ഒരു MPയെ കാത്തു UDFന്റെ പ്രതിഷേധക്കാർ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ആരംഭിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള LDFന്റെ പ്രകടനക്കാർ പോയി എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ സംഘർഷമുണ്ടാക്കാനുള്ള ഏക സാധ്യത പോലീസുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കുകയാണ്. MP പോയി പോലീസിനോട് സ്വകാര്യം പറയുകയാണ്, നിങ്ങൾ അല്പം ഒന്ന് മാറി നിൽക്കണം, കുറച്ച് ബേക്കോട്ട് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ അണികളെ ഞങ്ങൾക്ക് തൃപ്തിപ്പെടുത്താം, അതുകൊണ്ട് മാറി നിൽക്കണം. സ്വാഭാവികമായിട്ടും ഒരു MP പറയുന്നു ഒരു പ്രയാസമുണ്ടാക്കാതെ കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് പോലീസ് ഉയർന്ന ജനാധിപത്യ നിലം കാണിച്ച് അല്പം പുറകിലോട്ട് മാറുന്നു. ആ സന്ദർഭം നോക്കിയിട്ട് MP ആണ് ആദ്യം പോലീസിനെ തള്ളിക്കയറി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിൽ നമ്മളെല്ലാം സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളാണ്. ചിലപ്പോൾ ചില പ്രവർത്തകരൊക്കെ ചിലപ്പോൾ പോലീസുമായി കയർക്കുകയും ചിലപ്പോൾ ഉന്തുകയും തള്ളുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനെ നിയന്ത്രിക്കുന്നത് എപ്പോഴും ജനപ്രതിനിധികളും അതിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുമാണ്. പക്ഷെ ഇവിടെ MP നേതൃത്വം കൊടുക്കുകയാണ് പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാക്കാൻ. ആ ഉന്തിലും തള്ളിലും DYSP പോലുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് അപമതിയായിട്ട് പെരുമാറുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായ സംഘർഷത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നു. അത്
പിന്നീട് വലിയ രൂപത്തിൽ ഒരു MP-ക്ക് പരിക്ക് പറ്റിയെന്ന ആ MP-യെ ആക്രമിച്ചു എന്ന കള്ളക്കഥയായി നാട്ടിലാകെ പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ ജില്ലയുടെ ചരിത്രത്തിൽ ഇതുപോലെ രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടിട്ടുള്ള ശീലം നമുക്കില്ല. നേർക്കുനേരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദിയാണ് കോഴിക്കോട്. അതാണ് കോഴിക്കോടിന്റെ ശീലം. രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്, പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആസൂത്രിതമായി രാഷ്ട്രീയ നാടകം കളിക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വം കൊടുക്കുന്ന കാഴ്ച നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ആദ്യത്തേതാണ്. ഈ MP, ഈ ജനപ്രതിനിധി ജനങ്ങളുടെ യഥാർത്ഥമായ പ്രശ്നങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് പല കാരണങ്ങളാൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തെ കുറിച്ച് നാട്ടിലെമ്പാടും ഉയർന്നു വന്ന അഭിപ്രായങ്ങളിൽ നിന്ന് ആ ഇമേജിനെ ബോധപൂർവം മാറ്റാൻ വേണ്ടിയിട്ടുള്ള, പുതിയ ഇമേജുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വലിയ പ്രശ്നങ്ങൾ ഒരു ജനപ്രതിനിധിയെ കുറിച്ച്, MLA കുറിച്ച്, കൂട്ടാളിയായ MP-യെ കുറിച്ചെല്ലാമുള്ള ഒരുപാട് വാർത്തകൾ നാട്ടിൽ പ്രചരിച്ചു. ആ പ്രചരണങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള, ഞങ്ങളെ പോലീസ് ആക്രമിക്കുന്നു എന്ന കള്ളക്കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഇതൊന്നും കോഴിക്കോടും വടകരയും പേരാമ്പ്രയും ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നല്ല ബോധ്യമുണ്ട്. പുതിയ കാലത്തെല്ലാം ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പാലക്കാട് കളിച്ച നാടകം കളിക്കാനുള്ള വേദിയല്ല ഷാഫിക്ക് കോഴിക്കോടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലത്. ആ രാഷ്ട്രീയമല്ല, ആ നാടക രാഷ്ട്രീയത്തെ പോലീസ് പറയണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അസൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കണം, ഏതെങ്കിലും രീതിയിലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് തരണം. അവിടെ പ്രകടനത്തിന് നേരത്തെ തന്നെ ഇരു കൂട്ടരെയും പേരാമ്പ്ര DYSP സുനിൽ വിളിച്ച് ധാരണ ഉണ്ടാക്കിയതാണ്. ആ ധാരണയൊക്കെ തന്നെ ഇരു കൂട്ടർ അംഗീകരിച്ചാണ്. അതിന്റെ ഭാഗമായിട്ട് നടന്നൊരു കാര്യത്തിനകത്ത് പിന്നീട് പോലീസ് എന്ത് ചെയ്യാനാ, പോലീസ് അവിടെ ബാരിക്കേഡ് വെച്ച് നേരത്തെ തന്നെ പോലീസ് ഉണ്ട്. അവിടെ SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സന്നാഹം പോലീസുണ്ട്. രണ്ട് പ്രകടനങ്ങളും തമ്മിൽ കാണാതിരിക്കാനാണ് ബാരിക്കേഡ് വെച്ചത്. രണ്ടും രണ്ട് വഴിക്ക് പോകണം. നമുക്കൊരു അത്ഭുതം തോന്നുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് അവർ വികാരം കൊള്ളുകയോ അല്ലെങ്കിൽ പ്രതിഷേധിക്കുകയോ ചെയ്താൽ തർക്കേടില്ല. വന്ന ജനപ്രതിനിധി അവിടെ കോലാഹലം ഉണ്ടാക്കിയെന്നതാണ് പ്രശ്നം. അതാണ് വലിയൊരു വിഷയം. അല്ല, അത് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്നാ തോന്നുന്നു. പോലീസ് നേരത്തെ അവിടെ നിന്ന പൊസിഷന്റെ അകത്തുനിന്ന് മാറണമെന്ന് അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ അണികളെ ഒന്ന് സമാധാനിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും വേണമെന്ന് പറഞ്ഞ് പോലീസ് കുറച്ച് പിറകോട്ട് പോവുകയാണ്. പിറകോട്ട് പോകുമ്പോൾ ഇദ്ദേഹം വടകര DYSP ഹരിപ്രസാദിനെ കയറി പിടിക്കുകയാണ്. അവിടെ നിന്നാണ് ഗ്രനേഡ് പൊട്ടുന്നത്. അയാളെ കൈക്ക് സാരമായ പരിക്കാണ്. അതിനുശേഷം പോലീസ് ലാത്തി എടുത്തിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യാണ്. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ പിന്നീട് MP പ്രതികരിച്ചാൽ പിന്നെ പറയുള്ളവർ പ്രതികരിക്കുന്ന ഉറപ്പല്ലേ? ആ പ്രതികരണമാണ് നിങ്ങൾ കണ്ട പ്രതികരണം. അവിടെ പോലീസ് ലാത്തി പിടിച്ചതോ പോലീസ് അങ്ങോട്ട് ആക്രമിച്ചോ അല്ല. പോലീസ് സമാധാനം ചെയ്യാൻ ഉണ്ടാക്കുന്നു, പോലീസിനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് മനുഷ്യരാണല്ലോ. സംഭവം കണ്ടു കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ആ വസ്തുതയെ കണ്ട് അതുപോലെ പറയാൻ കഴിയണമല്ലോ. അതാണ് അവിടെ സംഭവിച്ചത്. അല്ല, ഇദ്ദേഹം നീങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ ഗ്രനേഡ് പിടിച്ചത്തക്ക രീതിയിൽ DYSP-യുടെ ഇവിടെ പിടിച്ചു. അത് ഫോട്ടോ പുറത്തു വന്നോ ഇല്ലെന്ന് അറിയില്ല. ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. പോലീസ് അങ്ങനെ സംസാരിച്ചാൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം പോലീസ് ഇപ്പൊ ഞങ്ങളാളുകളെല്ലാം പോയി എന്നൊന്നും പോലീസ് വിലയിരുത്തിയിട്ടില്ല. പോലീസ് ഞങ്ങൾക്ക് തന്നൊരു സ്ഥലം വേറെയും ഇപ്പുറത്ത് നിന്ന സ്ഥലം വേറെയുമായിട്ട് അതിന്റെ നടുക്ക് പോലീസ് സമാധാനത്തിന്റെ പ്രതീകമായിട്ട് പോലീസ് ബാരിക്കേഡ് ഉണ്ടാക്കി നിൽക്കുകയാണ്. ഞങ്ങൾ ചെയ്ത കാര്യം നിങ്ങളോട് പറഞ്ഞു. അവിടെ ജനങ്ങൾ വിലയിരുത്തിയാണ് എല്ലാവരും. ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഞാനവിടെ സംസാരിച്ചിട്ടൊന്നുമില്ല. ഈ പരിപാടി പ്രസംഗം കഴിഞ്ഞ ഉടനെ ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ ദൃക്സാക്ഷിയാണ് സത്യത്തിൽ. പക്ഷെ ഈ സന്ദർഭത്തിൽ ആ ഭാഗത്തേക്ക് ഞാൻ പോയില്ല എന്നല്ലാതെ ഞാൻ പേരാമ്പ്രട്ടുണ്ട് ഇന്നലെ പൂർണ്ണമായിട്ട്.
100% സ്വാഭാവിക പ്രതികരണം. അവര് സമാധാന രീതി തന്നെയാണ്. SP തന്നെ പരസ്യമായി പറഞ്ഞല്ലോ, പോലീസിന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു സമീപനം ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ. പോലീസ് നിങ്ങൾ കാണേണ്ടത്, ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു പരിക്ക് പറ്റിയിട്ടില്ല ഈ MP-ക്ക് അല്ലാതെ. 7 പോലീസുകാര് ഹോസ്പിറ്റലിലുണ്ട്. വടകര DYSP-യുടെ കൈ സാരമായ പരിക്കാണ്. അതേ തരത്തിലുള്ള പരിക്കാണ് പേരാമ്പ്ര DYSP സുനിലിനും. ഞാൻ ഈ പോലീസുകാരെയും സുനിലിനെയും EMS ഹോസ്പിറ്റലിൽ പോയി കാണുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ വിഷയമുള്ളത് കൊണ്ട് അപ്പുറത്ത് വണ്ടിയിട്ട് നിർത്തി കഴിഞ്ഞിട്ട് പോലീസ് അങ്ങനെ അപകടം ഉണ്ടായി അവിടത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ ആംബുലൻസ് പോകുന്ന സമയത്ത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയി കണ്ടതാണ്. പോലീസിനല്ലേ ആക്രമണം ഏറ്റത്, പോലീസിനല്ലേ പരിക്കേറ്റത്, വേറെ ആർക്കാ പരിക്കേറ്റത്? ഈ ഒരു പരിക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ കൃത്യമായി ഫോട്ടോയിൽ കണ്ട സമയത്ത് അവിടെ തുള്ളിച്ചാടി പോലീസിന് നേരെ ആക്രോശിച്ചുകൊണ്ട് കോലാഹലം ഉണ്ടാക്കിയതിന് നേതൃത്വം കൊടുത്തതും അത് തുടങ്ങി വെച്ചത് MP-യാണ്. MP-ക്കെതിരെ പ്രതിഷേധം ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധം. ഞങ്ങളൊരു ആക്രമണാസക്തമായിട്ട് കാര്യങ്ങൾ പോകരുത് എന്ന ധാരണയിൽ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇന്നിപ്പം UDF-ന്റെ KC വേണുഗോപാൽ പങ്കെടുക്കുന്ന പരിപാടി അവിടെ 3 മണിക്ക് പേരാമ്പ്രമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പരിപാടി വെച്ചു. ഞങ്ങളിപ്പോൾ 14-ാം തീയതി ഞങ്ങളൊരു പൊതുയോഗം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് പേരാമ്പ്ര കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം, പേരാമ്പ്ര കേന്ദ്രീകരിച്ചു. സാധാരണ കോളേജ് തെരഞ്ഞെടുപ്പൊക്കെ വന്നാൽ കോളേജ് ക്യാമ്പസിനകത്ത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും തള്ളും കൂക്കിയൊളിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് അവസാനിക്കാറാണ്. അതിൽ വേറെ ആരും ഇടപെടാറൊന്നുമില്ല. ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നല്ല. നിങ്ങളും കുറച്ചും കൂടെ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി വന്നവരാണല്ലോ. ഇത് പുറത്ത് ഉള്ളവർ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല. കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾ കാണേണ്ടത് UDF വിദ്യാർത്ഥി സംഘടനകൾ എന്ന രീതിയിൽ KSU MSF-ന് വലിയ തിരിച്ചടിയേറ്റ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്ന കോളേജ് ഇലക്ഷൻ. വലിയ രീതിയിൽ സിറ്റിക്കകത്ത് മുഴുവൻ കോളേജുകളും SFI നേടി. അതേപോലെ തന്നെ MSF KSU ബന്ധത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ വന്നു. അവരുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെല്ലാം ജാള്യതയും അതിന്റെ കുറവെല്ലാം നികത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് കൂടി ഇതിനെ വേണം കാണാം. അതാണ് നേരത്തെ വിഷയം പറഞ്ഞത്. എല്ലാ ഭാഗത്തും കുറെ ആക്രമണം അഴിച്ചു വിടുക എന്ന ധാരണയും ഞങ്ങളിതിനെ കാണുന്ന രാഷ്ട്രീയമായിട്ടാണ്. കാരണം കേരളം ഇന്ത്യക്കല്ല ലോക ജനാധിപത്യത്തിന് കൂടി മാതൃകയായി മുന്നോട്ട് പോവുകയാണ്. ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ്. ജനക്ഷേമവും അതേപോലെ തന്നെ ജനസേവനവും എന്തെന്ന് ഈ കാലയളവിൽ ജീവിതകാലത്ത് ആദ്യമായി കാണിച്ച ഒരു ഭരണമായി കേരളത്തിലെ LDF ഭരണം മുന്നോട്ട് പോകും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വരുന്നു. ത്രിതല പഞ്ചായത്തുകൾക്കെല്ലാം പ്ലാൻ ഫണ്ടിന്റെ 60-65% കൊടുത്ത് ഓരോ പഞ്ചായത്തുകളും അവർ മനസ്സിലാക്കിയതിനാൽ അവർ പ്രതീക്ഷിച്ചതിനെല്ലാം അപ്പുറത്ത് വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തു പറയാനുണ്ട്, ഒന്നും ചെയ്യാനില്ല എന്ന ഒരു മനപ്രയാസത്തിന്റെ അകത്തുനിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളാണ് ഇതെല്ലാം എന്നാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ നിങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിയമസഭക്കകത്ത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം.